താൻ നിരപരാധിയാണെന്നും ഇതുവരെയുള്ള തന്റെ രാഷ്ട്രീയ ജീവിതം അഴിമതിരഹിതമാണെന്നും ലൈംഗിക പീഡന പരാതി അന്വേഷണ കേസിൽ തീവ്രത എന്ന വാക്ക് താൻ ഉപയോഗിച്ചിരുന്നില്ല എന്നും എന്നാൽ അതിന്റെ പേരിലടക്കം താൻ ഇപ്പോഴും വേട്ടയാടപ്പെടുകയാണെന്നും ഈ അപമാനങ്ങളെക്കാളെല്ലാം തന്നെ വേദനിപ്പിക്കുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്നും ഒരു MLA-യുടെ ഭാര്യയായി നടിച്ച് താൻ പെൻഷൻ വാങ്ങുന്നുവെന്ന വ്യാജ ആരോപണമാണ് ചില മാധ്യമങ്ങൾ തനിക്കെതിരെ പ്രചരിപ്പിക്കുന്നതെന്നും ഇത് സഹിക്കാവുന്നതിലപ്പുറമാണെന്നും പറഞ്ഞാണ് CPM നേതാവും മുൻ മന്ത്രിയുമായിരുന്ന PK ശ്രീമതി വിതുമ്പിക്കരഞ്ഞത്. അതിൽ പറയുന്നത് ഏതോ ഒരു PR കൃഷ്ണൻ എന്ന് പറയുന്ന MLA ഉണ്ടത്രേ. ആ വ്യക്തിയുടെ ഭാര്യ ആയിട്ട് ഞാൻ അഭിനയിച്ച് നിയമസഭയിൽ MLA എന്നുള്ള നിലയിൽ കിട്ടേണ്ടുന്ന ഫാമിലി പെൻഷൻ ഞാൻ വാങ്ങുന്നു. ഇതാണ് വാർത്ത. ഇത്രയും തെറ്റായിട്ടുള്ള അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത എന്നെ പോലെ 50 കൊല്ലമായിട്ട് ഈ സമൂഹത്തിൽ ഞാനുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടികള് ഒരു വാക്കിനോട് ചോദിക്കുക ഇല്ല. ആരെങ്കിലും ഇങ്ങനെയുണ്ടെന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ ചോദിക്കാതെ വസ്തുതകൾ അടിസ്ഥാനരഹിതമായിട്ട് സമൂഹത്തിൽ ഒരു പൊതുപ്രവർത്തകയെ സമൂഹത്തിനിടയിൽ നാറ്റിക്കുക, അപമതിപ്പുണ്ടാക്കുക എന്നുള്ള ആ ദുരുദ്ദേശത്തിലൂടെയല്ലേ? അല്ല ഇതിന്റെ പിന്നിൽ എനിക്കെതിരായ രാഷ്ട്രീയ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? കാരണം ഒരുപാട് തവണ പല ഘട്ടങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ എനിക്കെതിരെ വന്നിട്ടുണ്ട്. ഞാൻ ഉദാഹരണം നിങ്ങൾക്കൊക്കെ അറിയാം. ഒരുപാട് കാലം ഞാൻ കമന്റ് എനിക്കെതിരെ പലരും വളരെ വൃത്തികെട്ട രീതിയിൽ കൊണ്ടുവരാറുണ്ട്. തീവ്രത ഞാൻ ഉപയോഗിച്ചൊരു വാക്കല്ല. ഞാൻ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിച്ച വാക്കല്ല. എന്നിട്ട് എന്തോരം മോശമായിട്ടാണ്, എത്ര തവണയാണ്, ഏതെല്ലാം പേജിലാണ് എനിക്കെതിരായിട്ട് ഈ ഇത്ര വൃത്തികെട്ട വിധത്തിൽ എഴുതി എന്നെ പോലുള്ള ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീക്കെതിരെ ഈ കേരളത്തിൽ കമന്റ് ഇട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനെല്ലാം എത്രയാണ് പ്രതികരിക്കുക. ഒരു തവണയല്ല 2 തവണ ഞാൻ കേസ് കൊടുത്തു. ഏതോ ഒരു MLA അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, പാലക്കാട് ആരെങ്കിലും അങ്ങനെ MLA ഉണ്ടോ? ഇല്ല. തൃശ്ശൂരുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ആരാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആളെ എനിക്കറിയില്ല. അങ്ങനെ ഒരു MLA-യുടെ ഭാര്യയായിട്ട് ഞാൻ ഫാമിലി പെൻഷൻ വാങ്ങുക എന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോ എത്ര ഞാൻ 17 സ്കൂള് മുതൽക്ക് പ്രത്യേകിച്ച് അധ്യാപക രംഗത്ത്, അതിനുശേഷം 50 കൊല്ലമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം എന്നെ കുറിച്ചാണ് ഇങ്ങനെ ഞാൻ പിന്നെ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നു എന്തൊക്കെയാ അതിൽ പറയുന്നത്. നിങ്ങളെല്ലാം ചെറുപ്പക്കാരാണല്ലോ, നിങ്ങൾക്കെല്ലാം അമ്മമാരുണ്ടല്ലോ. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? എത്ര വൃത്തികെട്ട രീതിയിലാണ് ഈ പ്രചരണം നടക്കുന്നത്. അത് ഏതായാലും ഇത്രയും കൊള്ളരുതാത്ത ഇന്ത്യക്ക് പുറത്തും ലോകത്തിലെമ്പാടുമുള്ള മലയാളികൾ കാണത്തക്ക വിധത്തിൽ ഈ യൂട്യൂബ് ചാനലുകൾ ഉപയോഗിച്ച് എന്നെ പോലെ ഒരു വ്യക്തിയെ ഈ രൂപത്തിൽ അധിക്ഷേപിക്കുമ്പോ നിങ്ങളാരും പ്രതികരിക്കുക, നിങ്ങളാരും ചോദിച്ചിട്ടുമില്ല. എന്നോട് ആരും ചോദിച്ചില്ല ഇതുവരെ എന്താണ് വസ്തുത. ഏതെങ്കിലും ഒരു പത്രക്കാരൻ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തക എന്നോട് ചോദിക്കുന്നു ഞാൻ വിചാരിച്ചു. ഈ കഴിഞ്ഞ 2-3 ദിവസം ആരും ചോദിച്ചില്ല. പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപാകെ വന്നത്. ഞാനിപ്പോ തീരുമാനിച്ചിരിക്കുന്നത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം തന്നെയാണ്. കാരണം ഇത്രയേറെ അഭിമാനക്ഷതം, മാനത്തിന് ഇത്രയധികം കോട്ടം സംഭവിച്ച ഒരു സന്ദർഭം എത്രയോ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ മോശമായി പോയി. എന്റെ ഭർത്താവ് മരിച്ചു. ഭർത്താവ് അധ്യാപകനായിരുന്നു, ഞാനും അധ്യാപികയായിരുന്നു. 45 വയസ്സിന് വരെ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചു. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചത് 6ലും 7ലും ഞാൻ കണക്കും സയൻസുമാണ് ഞാൻ പഠിപ്പിച്ചത്. പലരും എന്നെ കുറിച്ച് അങ്ങനെയൊന്നല്ല പറയാറ്, അധ്യാപികയല്ല എന്നൊക്കെയാണ്. അതിലൊന്നും എനിക്ക് വിഷമില്ല, പറയട്ടെ. പക്ഷെ ഇത് കുറച്ച് കടന്ന കയ്യായിപ്പോയി. ഇത് ഒരിക്കലും ഒരാളോടും, സ്ത്രീയോടൊന്നല്ല പുരുഷനോടും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. എന്റെ ഭർത്താവിന്റെ പെൻഷൻ എനിക്ക് കിട്ടും അധ്യാപകൻ എന്നുള്ള നിലയിൽ. ഞാൻ വേറൊരാളുടെ പെൻഷൻ തേടി പോകേണ്ടുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെ ഒരു പണത്തിന് വേണ്ടി പോകുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അമ്മയുടെ അച്ഛനും ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും അധ്യാപകരാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന പണം കൊണ്ട്
സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഒരു കുടുംബമാണ് എൻ്റെത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഈ രൂപത്തിൽ ഞാൻ ഏതോ ഒരു എം എൽ എ ആണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ആളുണ്ടോന്നും അറിയില്ല, അയാളുടെ പെൻഷൻ ഭാര്യ എന്നുള്ള നിലയിൽ ഭാര്യ എന്നുള്ള നിലയിൽ നാട്യം നടിച്ച് എന്നിട്ട് പെൻഷൻ വാങ്ങുന്നു. ഇതാണ് അതില് വിവരാവകാശ രേഖ കിട്ടിയതാണെന്നാണ് അവർ പറയുന്നത്. എന്ത് വിവരാവകാശ രേഖയായാലും അത് ശരി, വിവരാവകാശ രേഖയാണെങ്കിലും ഒരു വാക്ക് എനിക്ക് അറിയാവുന്ന ആളാണല്ലോ, എന്റെ കണ്ണൂർ ജില്ലയിലുള്ള ആളാണല്ലോ അനിൽ നമ്പ്യാർ അല്ലേ. ഒരു വാക്ക് എന്നോട് ടീച്ചറെ എന്നെ അറിയാത്ത ആളുമല്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരു വാക്ക് ഇങ്ങനെ വിവരാവകാശ രേഖയിൽ PK ശ്രീമതി ഇന്ന് മറ്റേതോ ഒരു വ്യക്തിയുടെ ഭാര്യ എന്നുള്ള നിലയിൽ പെൻഷൻ വാങ്ങുന്നു. ഇതെന്താ ടീച്ചറെ വിവരാവകാശത്തിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ടൈപ്പ് എററാണോ അതല്ല വേറെ എന്തെങ്കിലും തെറ്റായിട്ടുള്ളതാണോ, ആരെങ്കിലും കൂട്ടിച്ചേർത്തതാണോ, അത് എന്താണ് വസ്തുത എന്നോട് അനിൽ നമ്പ്യാർക്ക് ചോദിക്കാം. അനിൽ നമ്പ്യാരും ഞാനും അറിയാത്തവരല്ല. അനിൽ നമ്പ്യാർ തലശ്ശേരിയിലുള്ള ആളാണ്. എൻ്റെ അടുത്ത ബന്ധു വീട് അനിൽ നമ്പ്യാരുടെ വീട്ടിനടുത്തുണ്ട്. അറിയാത്ത ആളല്ല. അനിലിനെ ചോദിക്കാം എന്നോട്. അനിൽ ഇത് പറയുമ്പോൾ അനിൽ ഈ ജനൻ TV-യുടെ MD മറ്റാണല്ലോ അനിൽ. ഞാൻ പറയുന്നത് എന്നെ പോലെ ഒരു പൊതുപ്രവർത്തകയെ ഈ രൂപത്തിൽ ഈ മാനം കെടുത്താൻ വേണ്ടി കരുതിക്കൂട്ടി ഇങ്ങനെ പറയുന്നത്, ഇത്തരത്തിലൊരു പ്രചരണം നടത്തുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ നിരവധി കേസുകൾ ഞാൻ പലതിനും കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിലും ഈ പൊതുപ്രവർത്തന രംഗത്ത് വന്നിട്ട് ഒരു പൈസയുടെ ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പൊ ഞാൻ മിനിസ്റ്ററായിട്ട് പിന്നീട് വന്നത് UDF ഗവൺമെന്റാണ്, ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ ഇടയാക്കാത്ത വിധത്തിൽ ഭരിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരാവശ്യം എനിക്ക് ഇല്ലതാനും. മറ്റേ എന്റെ ഈ സംസ്ഥാനത്തോ വേറെ എവിടെയെങ്കിലും ഒരു തരത്തിലും എന്തെങ്കിലും ഈ സാമ്പത്തികത്തിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്തു എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഞാൻ അങ്ങനെ അഴിമതി രഹിതമായിട്ട് തന്നെയാണ് എന്റെ പൂർണ്ണ ജീവിതം പൂർണ്ണമായിട്ട്. വിവരാവകാശ രേഖയിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കുന്നംകുളം മണ്ഡലത്തിൽ നിന്ന് ഒരു MLA ഉണ്ടായിരുന്നു, ഒരു PR കൃഷ്ണൻ. PR കൃഷ്ണന്റെ ഭാര്യയുടെ പേര് ഒരു പക്ഷേ ശ്രീമതി ആണോ എന്നൊരു സംശയം ഉണ്ടാവും. ടീച്ചറുടെ പേരിൽ വാർത്ത കൊടുത്ത കാര്യമല്ല ഈ പറയുന്നത്. ചിലപ്പോൾ PR കൃഷ്ണന്റെ ഭാര്യ ഒരു ശ്രീമതി. പക്ഷെ അതിലെല്ലാം എന്റെ പടം കൊടുത്തിട്ട് മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതി, പിന്നെ മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതി, മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതി, ഇങ്ങനെ പടം പലതവണ പല രീതിയിൽ കൊടുത്തുകൊണ്ട് എന്റെ പടം കൊടുത്തുകൊണ്ടാണ് ഇത് പറയുന്നത്. അല്ലാണ്ട് വെറുതെ ഒരു വാക്കല്ല. അങ്ങനെയാണെങ്കിൽ പറയായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോ DGP-ക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും നിയമസഭ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പോലീസിന് കൊടുക്കേണ്ടത് DGP-ക്ക് കൊടുക്കണം. മലയാളം ടെലിവിഷൻ കണ്ണൂർ. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. Safa Gold and Diamonds, different by design.